ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ വേറൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ട്രൈ ചെയ്യാൻ പോണത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കുറച്ച് നെയിൽ ആർട്സാണ്. അപ്പോൾ ഞാനിത് ഇപ്പോൾ ചെയ്യണത് സിമ്പിളായിട്ട് ഈസി ആയിട്ട് വീട്ടിൽ നമ്മൾ ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറെ സ്റ്റാമ്പിങ്ങിൻ്റെയും പ്രിൻറ്റിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയാം. വാട്ടർ മാർബിൾസ്, അങ്ങനെയൊക്കെ കുറേ സംഗതികൾ ഇതിൽ കൂടുതലുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാം. ഇതിൽ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ തുടങ്ങാം. അപ്പം നമുക്ക് ഇന്ന് ഈ നെയിൽ ആർട്ട് ചെയ്യാൻ ആവശ്യമുള്ള പ്രൊഡക്ട്സ് എന്നിട്ടാണ് നോക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ആ പോളിഷ് ഏതോ കളർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ബ്രാൻഡഡ് കമ്പനിയുടെ നെയിൽ പോളിഷ് ഒന്നായിട്ടില്ല എടുത്തേക്കണം. സാധാരണ ഇവിടെ ഞാനിവിടെ 20 രൂപയ്ക്ക് 30 രൂപയ്ക്കൊക്കെ മേടിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ടോപ്പ് കോട്ടും ഉണ്ട്, ബേസ് കോട്ടും കൊടുത്തിട്ടുണ്ട് ഞാൻ. ബേസ് കോട്ട് എന്തായാലും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ നെയിൽസിന് ഈ എന്തെങ്കിലും ഇപ്പോൾ ഈ നെയിൽ പോളിഷിലൊക്കെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെന്തായാലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം നമുക്ക് തന്നേക്കണം. അപ്പോൾ ഇതെന്തായാലും എടുക്കാൻ മറക്കരുത്. പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലവറാണ്, ഇത് കോൺഫ്ലവറാണ് കേട്ടോ ശരിക്കും. ഞാനിതൊരു ചെറിയ ഡബ്ബ കിട്ടിയപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ ഞാൻ ഇതിലെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഇടയിൽ എന്താണെന്ന് ഇതിൻ്റെ യൂസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എന്തെങ്കിലും ഒരു പെയിൻറ്റിങ് ബ്രഷ് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് അല്ല ഒരിത്തിരി ചെറിയ തരത്തിലുള്ള ഇത് മതി, ബ്രഷ് മതി കേട്ടോ. പിന്നെ ഇപ്പോൾ എൻ്റെ നെയിൽസ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കണം. എൻ്റെ നെയിൽസിൽ ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഫേക്ക് നെയിൽസിലാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് ഈ ഒരു ബ്ലാക്കിൽ ഒരു ടേപ്പ്. ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്, നിങ്ങളിപ്പോൾ ഈ ടേപ്പ് ഇല്ലയെന്ന് വിചാരിച്ച് പേടിക്കേണ്ട. സെല്ലോ ടേപ്പിൽ, നമ്മൾ സാധാരണ ഒട്ടിക്കുന്ന സെല്ലോ ടേപ്പ് വരുമല്ലോ, ആ ടേപ്പിൽ ഞാൻ ഒരു ഗ്ലിറ്റർ പോലത്തെ ഒരു നെയിൽ പോളിഷ് അടിച്ചിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അല്ലാണ്ട് അയ്യോ ഇനിയിപ്പോൾ ഇതില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട. ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്ന കളർ ആ കളറിൽ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. നമ്മൾ ബേസ് കോട്ട് അപ്ലൈ ചെയ്യാം. ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് ഡ്രൈ ആകാൻ വിടാം കേട്ടോ. ഒന്ന് ഞാൻ എന്ത് ചെയ്യും, അതും ബേസ് കോട്ടൊക്കെ അടിച്ചതിൽ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ബ്ലാക്ക് പോളിഷ് അടിക്കുകയാണ്. നെയിൽ പോളിഷ് മേറ്റ് ഫിനിഷാണ് എൻ്റെ ബ്ലാക്ക് കളറുള്ളത്. എൻ്റെ കയ്യിൽ മാറ്റ് ഫിനിഷിൻ്റെ ഉള്ളൂ. അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ആ സെല്ലോ ടേപ്പിൻ്റെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു നീളത്തിൽ ഏറ്റവും ഒരു സൈഡിലായിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതൊന്ന് താഴത്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഒരെണ്ണം ക്രോസ് ആയിട്ടും വെച്ച് കൊടുക്കുക. ക്രോസ് ആയിട്ട് ഞാൻ ഇത്തിരി മുകളിലേക്ക് കയറിപ്പോയി, നിങ്ങളതൊരു അടിയിലേക്ക് ഇറക്കി വയ്ക്കണം കേട്ടോ. അത് ചെയ്ത് നേരത്തെ ഇത്തിരി കയറിപ്പോയായിരുന്നു, പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇത്തിരി ഇറക്കി വയ്ക്കണം കേട്ടോ, എന്നാലേ അതിന് ഭംഗിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ബേസ് കോട്ട് അടിച്ച് നെയിൽ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് മേറ്റ് ഫിനിഷാണ് എടുത്തേക്കുന്നത്, ഈ പെയിൻറ്റ്. അപ്പോൾ ഇതന്നെ നമുക്ക് മേറ്റ് ഫിനിഷ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഏത് നെയിൽ പോളിഷും നമുക്ക് കുറച്ച് നെയിൽ പോളിഷ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കത് മേറ്റ് ഫിനിഷ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ഈ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നെയിൽ പോളിഷ് എടുത്തിട്ട് ഒരു 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. 2 3 ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ 2 എണ്ണം ഇവിടെ ചെയ്ത് അതിന് നമ്മളിങ്ങനെ താഴത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊരു ഹാർട്ട് ഷേപ്പിൽ വരും. അല്ലേ, അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഹാർട്ട് ഷേപ്പായില്ലേ.
അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ടോപ്പ് കോട്ടും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുണ്ടാവും. ടോപ്പ് കോട്ട് ഇപ്പോൾ മാറ്റ് ഫിനിഷിൻ്റെ കൂടെ നമ്മൾ സാധാ ടോപ്പ് കോട്ടാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ അത് നോർമൽ പോലെ തന്നെ കാണുള്ളൂ കേട്ടോ. ഇത് മേറ്റ് ഫിനിഷിൻ്റെ ടോപ്പ് കോട്ട് ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുത്താലാണ് ഏറ്റവും നന്നാവുക. ഇത് ഡ്രൈ ആയിട്ട് വേണം കേട്ടോ ടോപ്പ് കോട്ട് അടിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ കളറ് വേറെ ആവും.